Hello, children. Today we'll be doing the chapter 1 of your English, A Letter to God. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോമഡി ചാപ്റ്ററാണ്. ദിസ് ചാപ്റ്റർ ഇസ് അബൌട്ട് എ ഫാമർ ഹൂസ് നെയിം ഇസ് ലെൻചോ. Hello friends. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ മച്ച് ലെൻചോ ഹാസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അവൻക്ക് അവൻ്റെ ഫാർമിങ്ങിൽ കൃഷിയിൽ ഭയങ്കര നഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ അവൻ എങ്ങനെയാണ് ഗോഡിനെ അപ്രോച്ച് ചെയ്തത്. ഇറ്റ് ഈസ് അബൌട്ട് ഹിസ് ഫെയ്ത്ത് ആൻഡ് ഓൾ. പിന്നെ ലാസ്റ്റിൽ നല്ലൊരു കോമഡി ട്വിസ്റ്റൊക്കെ ഉണ്ട്. നമുക്കൊന്ന് വായിച്ച് തുടങ്ങാം. The house, the only one in the entire valley, sat on the crest of a low hill. അപ്പോൾ ക്രെസ്റ്റ് മീൻസ് ടോപ്പ് ഓഫ് എ ഹിൽ. ഹിൽ മീൻസ് എ സ്മോൾ മൗണ്ടൻ. ആ മൗണ്ടൻ്റെ മേലെ ഒരു ചെറിയ വീടായിരുന്നു. ഓക്കെ, ആ വാലിയിൽ അവൻ്റെ മാത്രമായിരുന്നു ഒരു വീടുള്ളത്, ആ ഫാർമറിൻ്റെ. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ നമ്മൾ പെപ്പ പിഗിൻ്റെ വീടിൻ്റെ പോലൊക്കെ ഉണ്ടാവും. From this height, one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. അപ്പോൾ അവൻ്റെ എന്തിൻ്റെ ഫീൽഡായിരുന്നു? കോൺ ഫീൽഡ്. കോൺ മീൻസ് ചോലം അല്ലേ? അപ്പോൾ കോൺ ഫീൽഡായിരുന്നു. അവൻക്ക് ആ വീട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല കളർഫുൾ അവൻ്റെ ഫീൽഡിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്നിട്ട് ദാറ്റ് ഫ്ലവേഴ്സ് ആർ പ്രോമിസിങ് ഹിം ദാറ്റ് എ നൈസ് ഹാർവെസ്റ്റ് വിൽ ബി ദെയർ. The only thing the earth needed was a downpour, or at least a shower. അപ്പോൾ ഓൺ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഭൂമിക്ക് ആവശ്യം കുറച്ച് ഒരു ഡൗൺ പോറാണ്, ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷവറെങ്കിലും വേണം. അപ്പോൾ ഈ രണ്ട് വേർഡ്സും റെയിനിനെ കൊണ്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഡൗൺ പോർ മീൻസ് സഡൻലി ഹെവി റെയിൻ, അതിനപ്പുറം ഡൗൺ പോർ. ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഷവർ മീൻസ് മഴ ഇങ്ങനെ ഒന്ന് ചാറിപ്പോയാലും മതി, അത്ര വെള്ളമാണ് ആവശ്യം ഭൂമിക്ക്. ഓനിങ്ങനെ ആലോചിക്കാൻ. അപ്പോൾ ഈ ഡൗൺ പോറിൻ്റെ മാതിരി ഇനിയൊരു ഫ്രേസ് യൂസ് ചെയ്യലുണ്ട് ഇംഗ്ലീഷിൽ, ലൈക്ക് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹെവി, റെയിനിങ് ഹെവിലി. പിന്നെ ഷവറിന് വേണ്ടിയിട്ട് ഇനിയൊരു വേർഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്രിസിലിങ്. ഡ്രിസിൽ എന്ന് പറയാം, ലൈറ്റ് റെയിൻ, ഡ്രിസിൽ. Throughout the morning, Lencho, who knew his fields intimately, had done nothing else but see the sky towards the northeast. അപ്പോൾ ലെൻചോനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴാണ് കഥാപാത്രൻ്റെ പേര് വന്നത്, ലെൻചോ. ലെൻചോ അവൻ്റെ ഫാംസിന് നല്ല ഓൻക്കറിയാം, നല്ല ഇൻറ്റിമേറ്റ്ലി. അവൻ എന്നും പോയി നിൽക്കുന്ന സ്ഥലമാണ്, പണിയെടുക്കുന്ന സ്ഥലമാണ്, അവൻ്റെ ഫാമാണ്, അവൻ്റെ തൊഴിലാണ്. അപ്പോൾ അവനക്ക് അത് നല്ല പോലെ അറിയാം അവൻ്റെ ഫാമിന്. അപ്പോൾ അന്ന് രാവിലെ അവൻ ഒരു പണിയും ചെയ്തിട്ടില്ല. അവൻ ഫുൾ ടൈം സ്കൈയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഴ പെയ്യോന്ന്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൻ. അപ്പോൾ അവൻ അവൻ്റെ വൈഫിനോട് പറയാ, പെണ്ണെ നമുക്കിന്ന് നല്ല വെള്ളം കിട്ടും തോന്നുന്നുണ്ട്. ദ വുമൻ ഹു വാസ് പ്രിപ്പയറിങ് സപ്പർ റിപ്ലൈഡ്, യെസ്, ഗോഡ് വില്ലിങ്. സപ്പർ മീൻസ് ഡിന്നർ. അപ്പോൾ വുമൻ പറഞ്ഞത് അവൻ്റെ വൈഫിനെ കൊണ്ടാണ്. അപ്പോൾ ആ വൈഫ് സപ്പർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവൾ റിപ്ലൈ ചെയ്ത്, ഇൻഷാ അല്ലാ, യെസ്, ഗോഡ് വില്ലിങ്. The older boys were working in the field while the smaller ones were playing near the house until the woman called to them all, come for dinner. അപ്പോൾ അവിടുത്തെ സീനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലെൻചോൻ്റെ മൂത്ത കുട്ടികൾ വന്ന് ഫീൽഡ്സിൽ വർക്ക് ചെയ്യായിരുന്നു. ചെറിയ കുട്ടികൾ അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കളിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ വൈഫ് എല്ലാവരും വിളിക്കുകയാണ്, കം ഫോർ ഡിന്നർ, അത്തായം റെഡിയായി, എല്ലാവരും വന്നോളി. It was during the meal that, just as Lencho had predicted, big drops of rain began to fall. In the northeast, huge mountains of clouds could be seen approaching. അപ്പം വൈഫ് അത്തായത്തിന് വിളിച്ചപ്പോൾ എല്ലാവരും അത്തായത്തിന് പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. മീൽസിൻ്റെ നടുവിലാണ് ലെൻചോ പ്രതീക്ഷ മാതിരി തന്നെ, ആസ് ഹി പ്രെഡിക്റ്റഡ് മീൻസ് നമ്മൾ ഊഹം വെച്ച് പറയൂലേ. അപ്പോൾ ലെൻചോ ഊഹിച്ച പോലെ തന്നെ ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. That means it started to rain. In the northeast, huge mountains, clouds ഒക്കെ മഴ പെയ്യുമ്പോൾ എങ്ങനെ വലിയ വലിയ ഹ്യൂജ് ക്ലൗഡ്സ് മൗണ്ടൻ്റെ മാതിരി കാണും. അങ്ങനത്തെ ക്ലൗഡ്സ് മുന്നിലേക്ക് വരുന്ന, ദൂരത്തുനിന്ന് മുന്നിലേക്ക് വരുന്ന മാതിരി ഓൻ കണ്ടു. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അപ്പോൾ ആ മഴ വരുന്നതിന് മുന്നേ നല്ല മണം അല്ലേ എയറിന്? എന്ത് രസമാണ് ആ മണ്ണിൻ്റെ ഒക്കെ മണം. The man went out for no other reason than to have the pleasure of feeling the rain on his body. And when he returned, he exclaimed, "These aren't raindrops falling from the sky. They are new coins. The big drops are 10-cent pieces and the little ones are 5s."
അപ്പോൾ ഇങ്ങനെയും മഴ വരാൻ കാത്തു നിന്ന ആൾക്ക് മഴ വന്നപ്പോൾ ആ സന്തോഷം കൊണ്ട് ഒന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി ഒന്ന് മഴയിലൊക്കെ ഒന്ന് നനഞ്ഞു വരാം, ഒരു മഴ ചാറുമ്പോൾ ഒന്ന് ആ മഴത്തുള്ളികളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയി. എന്നിട്ട് അകത്തേക്ക് വരുമ്പോൾ ഒന്ന് പറയാണ്, ഇത് മഴയല്ല, ഇത് കോയിൻസാണ്, പൈസൻ്റെ കോയിൻസാണ്. അത് വലിയ വലിയ തുള്ളികളൊക്കെ 10 പൈസേൻ്റെ കോയിനാണ്. പൈസ അല്ല, സെൻറ്റ്സ്. അവർക്ക് അവിടെ സെൻറ്റ്സ് എന്നാ പറയാം. 10 സെൻറ്റ്സ് ആണ്. ചെറുതൊക്കെ ലിറ്റിൽ വൺസ് ആർ 5 സെൻറ്റ്സ്. With a satisfied expression, he regarded the field of ripe corn with its flowers, draped in a curtain of rain. അപ്പോൾ ഓൻ നല്ല സന്തുഷ്ടനായി. എന്നിട്ട് ഓൻ നോക്കുമ്പോൾ അവൻ്റെ കോൺഫീൽഡ് നല്ല മഴ കോൺഫീൽഡിനെ കവർ ചെയ്ത് നിൽക്കുന്ന മാതിരി ഓൻ കണ്ടു. But suddenly a strong wind began to blow, and along with the rain, very large hailstones began to fall. ഓൻ ഇങ്ങനെ നല്ല തൃപ്തിയായിട്ട് നിൽക്കുമ്പം പെട്ടെന്നാണ് ഒരു സ്ട്രോങ് വിൻഡ് ബ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓൻ ശ്രദ്ധിച്ചപ്പോൾ എന്താ കാണുന്നത്, മഴത്തുള്ളിൻ്റെ കൂടെ ഈ ഹെയിൽ സ്റ്റോൺസ് ആർ ബിഗിനിങ് ടു ഫോൾ. ഹെയിൽ സ്റ്റോൺസ് എന്താണ്, ആലിപ്പഴം. അത് സ്മോൾ ഐസ് ക്യൂബ്സിൻ്റെ മാതിരി ഉണ്ടാവും, സ്മോൾ ഐസിൻ്റെ കഷ്ണങ്ങൾ. അത് മഴവെള്ളത്തിൻ്റെ കൂടെ അത് വീഴും. അത് ശരിക്കും ഭയങ്കര ഡിസ്ട്രക്റ്റീവാണ്. ചില രാജ്യത്തിൽ ഈ ഹെയിൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര നാശങ്ങളൊക്കെ വരും. These truly did resemble new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. അപ്പോൾ കുട്ടികൾ പറയാൻ, ശരിയാണല്ലോ, ഇപ്പം പറഞ്ഞ മാതിരിയാണല്ലോ, ഇത് ശരിക്കും സിൽവർ കോയിൻസിൻ്റെ മാതിരി തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് ഓടിപ്പോയി ആ ഹെയിൽ സ്റ്റോൺസിനെ കളക്ട് ചെയ്യാൻ. ചെറിയ ഐസ് കഷ്ണങ്ങളുടെ മാതിരി അത് കാണും. അത് കയ്യിലെടുത്ത് നോക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അവർ പറയാൻ ഫ്രോസൺ പേൾസിൻ്റെ മാതിരി ഉണ്ട്. പേൾ മീൻസ് മുത്ത്. ഓക്കെ, ഫ്രോസൺ മുത്തിൻ്റെ മാതിരി ഉണ്ടെന്ന്. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, എക്സ്ക്ലെയിംഡ് ദ മാൻ. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓൻ വിചാരിക്കുക, ഇത് ശരിക്കും നല്ലതല്ലല്ലോ സംഭവിക്കുന്നത്, ഇത് ഇനിയും മോശമാണല്ലോ അവനെ. അപ്പോൾ ഓൻ ഇങ്ങനെ വിചാരിക്കാൻ മനസ്സിൽ, ശരിക്കും ഇത് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയേനി, ഇത് ഇനി കൂടാതെ നിന്നാൽ മതിയേനിന്ന്. പക്ഷെ എന്തായി, ഇറ്റ് ഡസ് നോട്ട് പാസ് ക്വിക്ക്ലി. അത് കഴിഞ്ഞില്ല. For an hour the hail rained on the house, the garden, the hillside, the cornfield, on the whole valley. The field was white as if covered with salt. അപ്പോൾ 1 മണിക്കൂർ വരെ അത് നിൽക്കാതെ മഴേൻ്റെ കൂടെ റെയിൻ കൂടെ ഹെയിൽ സ്റ്റോൺസും പെയ്തു. അപ്പോൾ എന്തായി, അവൻ്റെ ഫുൾ ഫീൽഡ് ഒരു സോൾട്ട് മേലെ ഇട്ട മാതിരി, കവേർഡ് വിത്ത് സോൾട്ട് അങ്ങനെ കാണുന്നു മേലെ നിന്ന് നോക്കുമ്പോൾ. Not a leaf remained on the trees. The corn was totally destroyed. അപ്പോൾ ലെൻച്ചോ നോക്കുമ്പോൾ ഒരു മരങ്ങളിലും ട്രീസിലും ലീവ്സ് ഇല്ല. ആ ഹെയിൽ സ്റ്റോണിൻ്റെ കാരണം എല്ലാം കൊഴിഞ്ഞ് പോയിക്കണേ. എന്നിട്ട് ഓൻ്റെ ഫീൽഡിലത്തെ കോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഫുൾ ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ദ ഫ്ലവേഴ്സ് വെർ ഗോൺ ഫ്രം ദ പ്ലാന്റ്സ്. കുറച്ച് നേരം ഇന്ന് ആ ഫ്ലവേഴ്സിനെ നോക്കിയപ്പോൾ അവനക്ക് എത്ര സന്തോഷമായി. പക്ഷേ ഇങ്ങനെ ഹെയിൽ സ്റ്റോണൊക്കെ കഴിഞ്ഞതോടെ അവൻക്ക് എന്തായി, ടോട്ടലി ഡിസപ്പോയിൻമെൻ്റ് ആയി. അവൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ താഴെ കൊഴിഞ്ഞു പോയി. വെൻ ദ സ്റ്റോം ഹാഡ് പാസ്ഡ് ഹി സ്റ്റുഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫീൽഡ് ആൻഡ് സെഡ് ടു ഹിസ് സൺസ്, എ പ്ലേഗ് ഓഫ് ലോക്കസ് വുഡ് ഹാവ് ലെഫ്റ്റ് മോർ ദാൻ ദിസ്. അപ്പോൾ ലെൻച്ചോ പറയാണ്, ഈ ലോക്കസ് ഒക്കെ ഇപ്പോൾ നമ്മൾ കേട്ടതല്ലേ, റീസെൻ്റ്ലി ആയിട്ട് ലോക്കസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു, പാകിസ്ഥാനിലുണ്ടായിരുന്നു, ഇന്ത്യൻ്റെ ജയ്പൂരിൽ വന്നു. അപ്പോൾ ഈ ലോക്കസ്റ്റ് എന്താണ്, ഒരു ചെറിയ ഇൻസെക്റ്റാണ്, ഗ്രാസ് ഹോപ്പറിൻ്റെ ഒക്കെ മാതിരി ഉണ്ടാവും. അങ്ങനെ തോനെ ലോക്കസ്റ്റ് ഒപ്പരം വന്ന് ഒരു ഫുൾ ഫീൽഡിനെ നശിപ്പിച്ച് പോകും. അപ്പോൾ ഭയങ്കര നാശമാണ് ഒരു വരുത്തുക. പക്ഷേ ലെൻച്ചോ പറയാനല്ലോ, ഇങ്ങനെ ഒരു ലോക്കസ് വന്ന് പോയാലും ഇതിനേക്കാളും കുറച്ച് ബാക്കി ഉണ്ടാവും, ഈ മഴയാണ് കൂടുതൽ നാശം കൊണ്ടുവന്നതെന്ന്. The hail has left nothing. അപ്പോൾ ഈ ഹെയിൽ വന്ന് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. This year we will have no corn. അപ്പോൾ അവനക്ക് മനസ്സിലായി, ഫുൾ നാശത്തിലായിപ്പോയി. ഓൻ എത്രയും മെനക്കെട്ടത്, ഓൻ അതൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അല്ലേ, അതൊക്കെ ഇല്ലാതായിപ്പോയി. അവനക്ക് ഭയങ്കര സാഡായിപ്പോയി. That night was a sorrowful one. All our work for nothing. There's no one who can help us. We'll all go hungry this year. അപ്പോൾ ഈ തോട്ടാണ് കണ്ടിന്യൂസ്ലി അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ബാങ്ക് ചെയ്തുകൊണ്ട് നിന്നത്. ഭയങ്കര സാഡായിപ്പോയി. ഒരു വർക്ക് എല്ലാം ഒത്തിരിയും പണിയെടുത്തതൊക്കെ വേസ്റ്റായിപ്പോയി. ഈ വർഷം ഉറപ്പായിട്ട് നമ്മൾ ഒന്നും ഉണ്ടാവില്ല, ഹംഗ്രി ആയിട്ട് പോകുന്നു. But in the hearts of all who lived in that solitary house in the middle of the valley, there was a single hope, help from God.
അപ്പോൾ പക്ഷെ ഒരു പ്രത്യേകത ആ വീട്ടിൽ താമസിച്ച ആൾക്കാരെ പറ്റി പറയാണ്. ദാറ്റ് സോളിറ്ററി ഹൗസ്, സോളിറ്ററി മീൻസ് അലോൺ, ദ ഹൗസ് ദാറ്റ് ഈസ് ദെയർ, അലോൺ ഹൗസ്. ആ ഹൗസത്തെ ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ട് വന്നിട്ടും മനസ്സിൽ ഒരു വാക്കുണ്ട് അവർക്ക്. എന്തായിരുന്നു അത്? ഹെൽപ്പ് ഫ്രം ഗോഡ്, ഗോഡ് വിൽ ഹെൽപ്പ്. ആ വിശ്വാസം അവർക്ക് മനസ്സിലുണ്ടായിരുന്നു. Don't be so upset, even though this seems like a total loss. Remember, no one dies of hunger. അപ്പോൾ സമാധാനപ്പെടുത്തുന്ന ഒരു വാക്കുകളൊക്കെ എന്തായിരുന്നു? ഡോണ്ട് ബി സോ അപ്സെറ്റ്, ഇത്ര അപ്സെറ്റ് ആവണ്ട, ഇതൊക്കെ ടോട്ടൽ ലോസ് ആയി എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡാണ് ഇത്. നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ, ആരും വിശപ്പ് കൊണ്ട് മരിക്കാറില്ല. അപ്പോൾ നമ്മൾ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഹി വിൽ ഫൈൻഡ് എ വേ ഔട്ട്. ദാറ്റ്സ് വാട്ട് ദേ സേ. No one dies of hunger. All through the night, Lencho thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience. അപ്പോൾ ലെഞ്ചോ ഇങ്ങനെ ആലോചിക്കാൻ ഫുൾ രാത്രി, അത് ഉറപ്പാണ്, ആരും വിശപ്പ് കൊണ്ട് ആരും മരിക്കൊന്നുമില്ല. അപ്പോൾ ഓൻ എന്താ ആലോചിക്കുന്നത്? ഹെൽപ്പ് ഫ്രം ഗോഡ് വിൽ ബി ദ. ഗോഡ് ഓൻ ചെറുപ്പത്തിൽ മുതൽ അതന്നെ പഠിച്ച് വളർന്നതാണ്. ഹി ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ്. അവനക്ക് ആദ്യം തന്നെ മനസ്സിലുള്ളത് അങ്ങനെയാണ്. ഹെൽപ്പ് ഓഫ് ഗോഡ് വിൽ ബി ദർ. ഈ ഗോഡ് ക്യാൻ സീ എവ്രിതിങ് വാട്ട് ഈസ് ഇൻ വൺസ് കോൺഷ്യസ്. കോൺഷ്യസ് മീൻസ് നമ്മൾ ഇന്നർ സെൻസ്, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഗോഡ്ക്ക് എന്താ ഉള്ളതെന്ന് അറിയാം. Lencho was an ox of a man, working like an animal in the fields, but still he knew how to write. അപ്പോൾ ഓക്സ് ഓഫ് എ മാൻ അതൊരു ഫ്രേസാണ്, പ്രൊവർബാണ്. ഓക്സ് ഓഫ് എ മാൻ മീൻസ് സമ്മൺ ഹു വർക്ക്സ് റിയലി വെരി ഹാർഡ്. അപ്പോൾ ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആളായിട്ടും അവനക്ക് എഴുതാനും വായിക്കാനും അറിയായിരുന്നു. The following Sunday at daybreak, he began to write a letter which he himself would carry to town and place in the mail. It was nothing less than a letter to God. അപ്പോൾ അവൻ എന്താ തീരുമാനിച്ചത്? ഓക്കെ എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ ഒരു ലെറ്ററിൽ എഴുതി ഗോഡിന് അയക്കാൻ പോവാൻ. അപ്പോൾ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് ദ ലെറ്റർ ആൻഡ് സൺഡേ അവൻ സ്വയം പോയിട്ട് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. ഗോഡ്, ഹി റോട്ട്, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. I need 100 pesos in order to sow my field again and to live until the crop comes because the hailstorm. അങ്ങനെ പറഞ്ഞുകൊണ്ട് കഥ തുടരാണ്. അപ്പോൾ ആ കഥയിലോൻ എന്താ എഴുതിയത്? ഗോഡിനോട് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലി വിശന്ന് ചാവും, എനിക്കൊരു 100 pesos വേണം. നമ്മൾ പൈസ പറഞ്ഞല്ലോ, അങ്ങനെ അവരുടെ കറൻസി പേസോസ്. അപ്പോൾ അവൻ പറയാം എനിക്കൊരു 100 pesos വേണം. എന്തിനു വേണം? എനിക്ക് ഇനിയും ഫീൽഡൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ, ഇനി ക്രോപ്സൊക്കെ വളർന്ന് വരുന്ന വരെ ജീവിക്കണ്ടേ. അപ്പോൾ അതിന് വരെ എനിക്ക് 100 pesos വേണം. അപ്പോൾ ഗോഡിന് ലെറ്റർ എഴുതാനോ? ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ്, പുട്ട് ദ ലെറ്റർ ഇൻസൈഡ് ആൻഡ് സ്റ്റിൽ ട്രബിൾഡ് വെൻ ടു ദ ടൗൺ. അപ്പോൾ അവൻ എന്താക്കി? ആ ലെറ്റർ എൻവലപ്പിലിട്ട് എൻവലപ്പിൻ്റെ മേലെ അഡ്രസ്സ് എഴുതിയതാണ് ഇപ്പോൾ ടു ഗോഡ് അങ്ങനെ. എന്നിട്ട് അവൻ സ്വയം പോയി അത് ടൗണിലേക്ക്. ഭയങ്കര സങ്കടത്തിൽ തന്നെ ആയിരുന്നു. At the post office, he placed a stamp on the letter and dropped it into the mailbox. അപ്പോൾ അവനക്ക് സ്റ്റാമ്പൊക്കെ വെക്കണമെന്ന് അറിയാം ലെറ്ററിൽ. അപ്പോൾ ആ ടു ഗോഡ് എന്ന് ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ മേലെ സ്റ്റാമ്പൊക്കെ ഒട്ടിയിട്ട് അവൻ മെയിൽ ബോക്സിൽ ആ ലെറ്റർ ഇട്ടു. One of the employees, who was a postman and also helped at the post office, went to his boss laughing heartily and showed him the letter to God. അപ്പോൾ ഈ ലെറ്റർ മെയിൽ ബോക്സിൽ ഇട്ടതിൻ്റെ ശേഷം എന്താ അവിടുത്തെ പോസ്റ്റ്മാൻ ആ ലെറ്റേഴ്സൊക്കെ കളക്ട് ചെയ്യുമല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ്മാൻ വന്ന് ആ ലെറ്റർ എടുത്ത് നോക്കുമ്പം അഡ്രസ്ഡ് ടു ഗോഡ് ആയിരുന്നു. അപ്പോൾ ഓനക്ക് ചിരി താങ്ങാൻ കഴിയില്ല. ഓൻ അത് ചിരിച്ചുകൊണ്ട് ആ ലെറ്ററും കൊണ്ട് അവൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് പോയി. ബോസ് ആരായിരിക്കും? പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി കാണിച്ചു കൊടുത്തു, ഇത് നോക്ക്, ലെറ്റർ ടു ഗോഡ്. നെവർ ഇൻ ഹിസ് കരിയർ ആസ് എ പോസ്റ്റ്മാൻ ഹാഡ് ഹി നോൺ ദാറ്റ് അഡ്രസ്. അപ്പോൾ നെവർ ഇൻ ഹിസ് കരിയർ, അവൻ്റെ ഇതുവരെ ഉള്ള പോസ്റ്റ്മാൻ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒരു ലെറ്ററും ഗോഡിൻ്റെ അഡ്രസ്സിലെ ലെറ്ററും ആദ്യമായിട്ടാണ് കാണുന്നത്. ദ പോസ്റ്റ് മാസ്റ്റർ, എ ഫാറ്റ് ഏമിയബിൾ ഫെല്ലോ, ഓൾസോ ബ്രോക്ക് ഔട്ട് ലാഫിങ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്തായിരുന്നു? ഒരു ഫ്രണ്ട്ലി ആളായിരുന്നു. ഏമിയബിൾ ഫെല്ലോ മീൻസ് ഹി വാസ് എ ഫ്രണ്ട്ലി ആൻഡ് പ്ലസൻറ്റ് മാൻ. അവനും ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. But almost immediately he turned serious and tapping the letter on his desk commented, "What faith! I wish I had the faith of the man who wrote this letter, starting up a correspondence with God." അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഫസ്റ്റ് ചിരിച്ചു, പിന്നെ അവൻ്റെ ചിരിയൊക്കെ മാറി കുറച്ച് സീരിയസ് ആയിപ്പോയി. എന്നിട്ട് അവൻ എന്താ ആ ലെറ്റർ ഡെസ്ക് മേൽ ഇങ്ങനെ തട്ടുന്ന മാതിരി വെച്ചിട്ട് പറയാണ്, എന്തോ ഒരു വിശ്വാസമാണല്ലേ അയാൾക്ക്,
എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി ഇനി ഗോഡിൻ്റെ അടുത്ത്. ഇങ്ങനെ സച്ച് എ സ്ട്രോങ് ഫെയ്ത്ത്, സ്റ്റാർട്ടിങ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനുള്ള ഫെയ്ത്ത് അയാൾക്ക് ഉണ്ടായല്ലോ. അങ്ങനെ ഈ പോസ്റ്റ് മാസ്റ്റർ ആലോചിച്ച്. So, in order not to shake the writer's faith in God, the postmaster came up with an idea. Answer the letter. അപ്പോൾ അവൻ വിചാരിച്ചു, അവൻ അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളായിരിക്കുമല്ലോ ഈ ലെറ്റർ ഇങ്ങനെ എഴുതിയ, അത്രയും അവനക്ക് ഗോഡിൻ്റെ മേലെ വിശ്വാസം ഉണ്ടായിട്ടില്ല എഴുതിയത്. അപ്പോൾ ഈ ലെറ്ററിൻ്റെ ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ വിശ്വാസത്തിന് എന്തെങ്കിലും കുറവ് വരുമെന്ന് വിചാരിച്ച് പോസ്റ്റ്മാൻ എന്താ തീരുമാനിച്ചത്, ശരി നമുക്ക് ഈ ലെറ്ററിന് ഒരു ആൻസർ കൊടുക്കാം. But when he opened it, it was evident that to answer it, he needed something more than goodwill, ink and paper. അപ്പോൾ ആ ലെറ്റർ വായിച്ചപ്പോഴാണ് അവനക്ക് മനസ്സിലായത്, നീ ഈ ലെറ്ററിൽ അവൻ പൈസ അല്ലേ ചോദിച്ചത്, അപ്പോൾ ഇതിന് റിപ്ലൈ ആയിട്ട് ഒരു പേപ്പറും പെന്നും ഇങ്കും മാത്രം കിട്ടിയാൽ പോരല്ലോ, വേറെ എന്താ കിട്ടേണ്ടത്, ഈ പൈസയും കിട്ടണം. അപ്പോൾ നല്ലൊരു മനസ്സും ഇങ്കും പേപ്പറും ഒക്കെ ഉണ്ടായാൽ പോരാ ഈ ലെറ്ററിനെ ആൻസർ ചെയ്യാൻ. അങ്ങനെ ആ പോസ്റ്റ് മാസ്റ്റർ മനസ്സിലാക്കി. But he stuck to his resolution. He asked for money from his employees. He himself gave part of his salary, and several friends of his were obliged to give something for an act of charity. അപ്പോൾ പക്ഷെ അവൻ എന്താ വിചാരിച്ചത്, എന്നാൽ ശരി ഞാൻ അപ്പോൾ എന്തായാലും ആൻസർ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അപ്പോൾ ഞാൻ ആ തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നില്ല, എങ്ങനെയെങ്കിലും മണി കളക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ സ്വയം അവൻ്റെ സാലറിയിൽ നിന്ന് ഒരു പോർഷൻ കൊടുത്തു, പിന്നെ അവിടുത്തെ എംപ്ലോയീസൊക്കെ കുറച്ച് പൈസ ഇട്ടു, എന്നിട്ട് കുറച്ച് ഫ്രണ്ട്സും വന്ന് ചാരിറ്റി ചെയ്യാൻ വിചാരിച്ചു, അവരും എല്ലാവരും ഇങ്ങനെ പൈസ ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ നടത്തി. It was impossible for him to gather together the 100 pesos, so he was able to send the farmer only a little more than half. He put the money in an envelope addressed to Lencho, and with it a letter containing only a single word as signature, God. അപ്പോൾ ആ പോസ്റ്റ് മാസ്റ്റർ എന്താ ചെയ്തു, അവനക്ക് എത്രയൊക്കെ സാധിക്കാൻ പറ്റുക അത്രയും അവൻ കളക്ഷനൊക്കെ ചെയ്തിട്ട് അവനക്ക് പക്ഷേ 100 pesos എത്തിക്കാൻ പറ്റില്ല. എത്ര എത്തിക്കാൻ പറ്റി, ഓൺലി മോർ ദാൻ 50%, മീൻസ് ഒരു 50 pesosനേക്കാളും കുറച്ച് കൂടുതൽ പൈസ മാത്രമേ അവനക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ പൈസ ഒക്കെ ഓനൊരു എൻവലപ്പിലിട്ട് അതിൽ എഴുതിട്ടു ലെൻച്ചോ എന്ന് എഴുതി, എന്നിട്ട് ഫ്രം എഴുതിനോടത്ത് വേറെ ഒന്നും എഴുതിയില്ല, മാത്രം ഒരു സിഗ്നേച്ചറായിട്ട് ഗോഡ് അത്ര മാത്രം എഴുതി. The following Sunday, Lencho came a bit earlier than usual to ask if there was a letter for him. അപ്പോൾ അടുത്ത സൺഡേ ആകുമ്പോഴത്തേന് ലെൻച്ചോ അവിടെ എത്തി, എന്നിട്ട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who has performed a good deed, looked on from his office. അപ്പോൾ അത് അവൻ്റെ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ്മാൻ തന്നെ പോയി അവൻ്റെ കയ്യിൽ ആ ലെറ്റർ കൊടുത്തു. അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്റർ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്, ആ ലെൻച്ചോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു തൃപ്തി, ഞാനൊരു വലിയ കാര്യം ചെയ്ത്, ഇനി അയാൾക്കത് കിട്ടിയാൽ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും, എന്നെക്കൊണ്ടല്ല സന്തോഷം അവനക്ക് കിട്ടുന്നത്. ആ തൃപ്തിയോട് അവൻ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണ് ലെൻച്ചോ എന്താ പറയുന്നതെന്ന്. Lencho showed not the slightest surprise on seeing the money. Such was his confidence. But he became angry when he counted the money. അപ്പോൾ ഓന് എൻവലപ്പ് എടുത്ത് പൈസ തുറന്ന് നോക്കുമ്പോൾ അവനക്ക് തീരെ ഒരു സർപ്രൈസ് ഇല്ല. അപ്പോൾ ശരിക്കും ഇത് ഗോഡിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ റിപ്ലൈ വന്നോ, ആ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കാണ് അപ്പോൾ ആ സ്ഥലത്ത് സർപ്രൈസ് ഉണ്ടാവുക. ലെൻച്ചോക്ക് അത്രയും ഒരു സ്ട്രോങ് ഫെയ്ത്ത് ആയിരുന്നു ഗോഡിൽ. അപ്പോൾ അവനക്ക് തീരെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല, ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായി, ആ പൈസ പുറത്തെടുത്തതിൻ്റെ ശേഷം അവൻ എണ്ണിയപ്പോഴാണ് അവനക്ക് ദേഷ്യം വന്നത്. God could not have made a mistake, nor could he have denied Lencho what he had requested. അപ്പോൾ ലെൻച്ചോ ആലോചിക്കുക എന്താണ്, ഗോഡ് എന്തായാലും എണ്ണത്തിൽ മിസ്റ്റേക്ക് ചെയ്യൂല, അപ്പോൾ മിസ്റ്റേക്ക് ആയതുകൊണ്ട് പൈസ കുറഞ്ഞ് ആ കേസല്ല. പിന്നെ സെക്കൻഡ്, ഗോഡ് പിന്നെ അവൻ ചോദിച്ചത് ഫുള്ള് തരുമല്ലോ. ലെൻച്ചോക്ക് അത്രയും വിശ്വാസമാണല്ലോ ഗോഡിന്, അപ്പോൾ ഗോഡ് വന്ന് ചോദിച്ചത് ഫുള്ള് തരാതെ നിൽക്കൂല. ഇമ്മീഡിയറ്റ്ലി ലെൻച്ചോ വെൻറ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. അപ്പോൾ അങ്ങനെ ഓന് പൈസ ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നേരെ പോയി അവിടുത്തെ ഓഫീസിൻ്റെ വിൻഡോയിൽ പോയി ചോദിക്കാൻ ഒരു പേപ്പറും ഇങ്കും വേണമെന്ന്. On the public writing table, he started to write, with much wrinkling of his brow, caused by the effort he had to make to express his ideas. അപ്പോൾ അവൻ ആ റൈറ്റിംഗ് ടേബിളിൽ പോയി എഴുതാൻ തുടങ്ങി. അപ്പോൾ അവൻ എഴുതുമ്പോൾ അവൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ എന്താണ്, ഈ പിരികൊക്കെ കൂട്ടി ഒരു ദേഷ്യം കാണിക്കാനില്ല അങ്ങനെ. അപ്പോൾ അവൻ എഴുതുമ്പോൾ അവൻ്റെ ഫേസ് അങ്ങനെ ആയി പോവുകയാണ്. When he finished, he went to the window to buy a stamp, which he licked and then affixed to the envelope with a blow of his fist.
അപ്പോൾ എന്തായി ഓൻ അതൊക്കെ എഴുതി ഒരു എൻവലപ്പിൽ ആക്കിയിട്ട് ഒരു സ്റ്റാമ്പ് എടുത്ത് അതിൽ നക്കി അത് വന്ന് എൻവലപ്പിലേക്ക് ഒട്ടിച്ച് കൈ കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഒട്ടിച്ച്. The moment the letter fell into the mailbox, the postmaster went to open it. അപ്പോൾ ഓൻ അത് അവിടെ വിട്ട് പോയി. അപ്പോൾ എന്താ പോസ്റ്റ് ആകാംക്ഷ അത് എന്താണെന്ന് വായിക്കാനല്ലോ. എന്നിട്ട് ഓൻ ലഞ്ച് പോയതിൻ്റെ ശേഷം വേഗം ആ മെയിൽ ബോക്സിൽ നിന്ന് ലെറ്റർ എടുത്ത് ഓപ്പൺ ചെയ്ത്. ഇറ്റ് സെഡ്, "God, of the money that I asked for, only 70 pesos reached me." അപ്പോൾ ലെറ്ററിൽ ലഞ്ചോ എഴുതിയതാണ് ഗോഡിനോട്, ഞാൻ ചോദിച്ചാൽ 100 എനിക്ക് 70 റുപ്യ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി മച്ച്. എനിക്കത് ബാക്കിയും തരണേ, എനിക്ക് അത്രയും അത്യാവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. ലഞ്ചോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയാൻ, നിങ്ങൾ എനിക്ക് ബാക്കി പൈസ അയച്ചോളി, പക്ഷെ അത് പോസ്റ്റ് ഓഫീസ് ത്രൂ അയക്കണ്ട, വേറെ എന്തെങ്കിലും വഴിയിൽ കണ്ടെത്തിക്കോളി. ബിക്കോസ് പോസ്റ്റ് ഓഫീസ് ത്രൂ അയക്കുമ്പം ഇവർ ഭയങ്കര ഒരു ക്രൂക്സാണ്, ഒരു കള്ളന്മാരാണ്. എൻ്റെ പൈസ ഒക്കെ ചിലപ്പോൾ ഇവരേക്കും എടുത്ത് ആ സംശയമായിരിക്കും ലഞ്ചോന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആ കഥ കഴിയുന്നു. അപ്പോൾ ആക്ച്വലി എത്ര ഫണ്ണി അല്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ആ പോസ്റ്റ് മാസ്റ്റർ അത് വായിച്ചിട്ട് അവരുടെ ഫീലിങ്സ് എങ്ങനെ ആയിരിക്കും, അവർക്ക് ഫസ്റ്റ് മനസ്സിൽ വന്ന ഡയലോഗ് എന്തായിരിക്കും. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ഡയലോഗ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അയച്ചു തരണേ. ഐ എം വെയിറ്റിംഗ് ടു റീഡ് ആൻഡ് ലാഫ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ലെസൺ. ബൈ.